ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ. ജൂൺ 21 ഇന്ന് ലോക സംഗീത ദിനം. ഭാരതം സംഗീതത്തിൻ്റെ ഈറ്റില്ലം. കേവലം ഇന്ദ്രിയ സുഖത്തിനുള്ള ഉപാധിയായിരുന്നില്ല ഭാരതീയർക്ക് സംഗീതം, മറിച്ച് അതീന്ദ്രിയമായ ആധ്യാത്മിക അനുഭവമായിരുന്നു. മന്ത്രോച്ചാരണം പോലെ പരിഭാവനമായാണ് നമ്മുടെ പൂർവികർ അതിനെ കണ്ടത്. ആലാപനം എന്നതിനേക്കാൾ അതിനോട് ചേർന്ന് നിന്നത് സമർപ്പണം എന്ന വാക്കായിരുന്നു. സംഗീതത്തിനായി സ്വയം സമർപ്പിച്ച ഗുരു ശിഷ്യ പരമ്പരകളിലൂടെ ഭാരതീയ സംഗീതം പുഷ്കലമായി. ഒരേ പ്രഭവ ബിന്ദുവിൽ നിന്നുത്ഭവിച്ച് ആ മഹാപ്രവാഹം ഇടയ്ക്കെപ്പോഴോ ഹിന്ദുസ്ഥാനി എന്നും കർണാട്ടിക് എന്നും വഴിമാറി ഒഴുകി. രണ്ട് ശാഖകളായപ്പോഴും അതിൻ്റെ ശക്തി കുറഞ്ഞിരുന്നില്ല, കൂടിയതേയുള്ളൂ. മഹാകവി അമീർ ഖുസ്രു എഴുതിയതുപോലെ ഭാരതീയ സംഗീതം ഹൃദയത്തെയും ആത്മാവിനെയും തീപിടിപ്പിക്കുന്നു. മറ്റൊരു രാജ്യത്തെ സംഗീതവും അതിന് മുകളിലല്ല. ഭാരതീയ സംഗീതത്തിന് വേദകാലത്തോളം പഴക്കമുണ്ടെന്ന് പറയാം. 3000-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ഉത്ഭവമെന്ന് കരുതപ്പെടുന്നു. വേദകാല പാരമ്പര്യത്തോടൊപ്പം പേർഷ്യൻ സംഗീതത്തിൻ്റെയും നമ്മുടെ നാടോടി സംഗീതത്തിൻ്റെയും സ്വാധീനം അതിലുണ്ട്. ഭാരതീയ ശാസ്ത്രീയ സംഗീതം ഹിന്ദുസ്ഥാനി, കർണാട്ടിക് എന്നിങ്ങനെ രണ്ട് ശാഖകളായി വേർപിരിഞ്ഞത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെന്നാണ് കരുതുന്നത്. ഹിന്ദുസ്ഥാനി അടക്കമുള്ള ഇൻഡോ ആര്യൻ ഭാഷകൾ സംസാരിക്കുന്ന ഉത്തരേന്ത്യക്കാരുടെ ശാസ്ത്രീയ സംഗീത രൂപമാണ് ഹിന്ദുസ്ഥാനി സംഗീതമെന്ന് പറയുന്നത്. കർണാടക സംഗീതമാകട്ടെ ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്ന ദക്ഷിണേന്ത്യക്കാരുടെ സംഗീതമായി അറിയപ്പെടുന്നു. ഒരു രാഗത്തിലെ സ്വരങ്ങൾ വിസ്തരിച്ച് പാടുന്നതിന് കൂടുതൽ ഊന്നൽ നൽകി ആ രാഗത്തിൻ്റെ എല്ലാ പ്രത്യേകതകളെയും സ്പർശിച്ചു പോകുന്നതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. എന്നാൽ കർണാടക സംഗീതത്തിൽ പ്രാധാന്യം കൃതികൾക്കാണ്. സൂഫി സംസ്കാരത്തിൻ്റെ ശക്തമായ സ്വാധീനം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കാണാം. അമീർ ഖുസ്രുവിനെ പോലുള്ള സൂഫി സംഗീതജ്ഞരിൽ നിന്നും മുഗൾ രാജസദസ്സുകളിൽ നിന്നുമൊക്കെ ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് അത് വികസിച്ചത്. 16-ാം നൂറ്റാണ്ടിന് ശേഷം വിവിധ രാജസദസ്സുകളിലെ ആലാപന ശൈലികൾക്കനുസരിച്ച് ഹിന്ദുസ്ഥാനി സംഗീതം പല ഘരാനകൾ അഥവാ സംഗീത കുടുംബങ്ങളായി തിരിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പണ്ഡിറ്റ് വിഷ്ണുനാരായണൻ ബാത് ഖാണ്ഡെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് കൃത്യമായ ഘടനയുണ്ടാക്കി. ഇന്ത്യയിലെ സുൽത്താൻ ഭരണം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വളർച്ചയിൽ നിർണായക വഴിത്തിരിവായി. 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം തുടങ്ങിയ ഇസ്ലാമിക ഭരണാധികാരികൾ പ്രാദേശിക സംഗീതത്തിലും സംഗീതജ്ഞരെ ആദരിക്കുന്നതിലുമെല്ലാം അതീവ തൽപരരായിരുന്നു. പേർഷ്യൻ ഭാഷ സംസാരിച്ചിരുന്ന ഈ ഭരണാധികാരികളുടെ സ്വാധീനത്താൽ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വിവിധ ശാഖകളായി വികസിച്ചു. ഖവാലിയും ഖയാലുമെല്ലാം രൂപപ്പെട്ടത് അക്കാലത്താണ്. ഡൽഹി സുൽത്താൻമാരുടെ കാലത്തെ ഏറ്റവും വിഖ്യാത സംഗീതജ്ഞനായിരുന്നു അമീർ ഖുസ്രു. പേർഷ്യൻ, തുർക്കി, അറബി, ഫ്രഞ്ച് ഭാഷകളിൽ അദ്ദേഹം കൃതികൾ രചിച്ചു. ധ്രുപദ് എന്ന സംഗീത രൂപത്തോട് പേർഷ്യൻ സംഗീതവും താളവും ഇഴചേർത്ത് ഖവാലിയും ഹിന്ദുസ്ഥാനിയിലെ ഏറ്റവും പ്രചാരമുള്ള സംഗീത രൂപമായ ഖയാലിൻ്റെ ആദ്യ രൂപവും ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണെന്നാണ് കരുതപ്പെടുന്നത്. ഗ്വാളിയറിലെ രാജാവായ മാൻസിംഗ് തോമർ എഴുതിയ മൻകുതുഹൽ എന്ന ഗ്രന്ഥത്തിൽ അന്നത്തെ പ്രധാന സംഗീത രൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ധ്രുപദ് വളരെ വേഗം വികസിക്കുകയും ഗ്വാളിയർ ഘരാനയുടെ ശക്തിയായി മാറുകയും ചെയ്തു. മുഗൾ ഭരണം ഇല്ലാതായ ശേഷം പാട്യാല, ബനാറസ് തുടങ്ങിയ ചെറു സാമ്രാജ്യങ്ങളിൽ അതാത് ദേശത്തിൻ്റെ പ്രത്യേകതകൾ കൂട്ടിച്ചേർത്ത് ധ്രുപദ് പ്രചരിച്ചു വന്നു. അത്തരം പ്രത്യേകതകളോട് കൂടിയ രീതികളാണ് പിന്നീട് ഓരോരോ ഘരാനകളായി, അതായത് ആലാപന ശൈലിയായി മാറിയത്.
അതാത് ഘരാനകളുടേതായ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഭക്തി സൂഫി പാരമ്പര്യ സംഗീതവും വികസിച്ചു വന്നു. ബാബർ മുതൽ ജഹാംഗീർ വരെയുള്ള മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തെ കൊട്ടാരം സംഗീതമെന്നാൽ സംസ്കൃതത്തിലുള്ള ധ്രുപദുകൾ ആയിരുന്നു. 13ാമത് മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷായെ പോലെ സൗന്ദര്യ ആരാധകരായ സുൽത്താൻമാർ ശൃംഗാര ലയ പ്രധാനമായതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതുമായ ഖയാലിയെയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഗുരുകുല സമ്പ്രദായത്തിൽ ഖയാലികൾ പഠിപ്പിക്കുന്ന ഘരാനകൾ കൂടി വേർതിരിഞ്ഞ് വന്നതോടെ ക്രമേണ ആളുകൾ ധ്രുപദിനേക്കാൾ കൂടുതൽ ഖയാലികളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ധ്രുപദിന് അകമ്പടിയായി വായിച്ചിരുന്ന പഗ്വാജ് എന്ന ഉപകരണത്തിന് പകരം തബലയും സിത്താറും സാരംഗിയും പോലെ ഖയാലിന് ചേരുന്ന സംഗീത ഉപകരണങ്ങളും വന്നു. സംഗീത വിരോധിയായ ഔറംഗസേബിൻ്റെ കാലത്ത് ഹിന്ദുസ്ഥാനി സംഗീതം ഏറ്റവും ശോചനീയ അവസ്ഥയിലായി. പിന്നീട് രാജ്യം ഭരിച്ച കവിയും സംഗീതപ്രിയനുമായ ബഹദൂർ ഷാ സഫറിന് കാവ്യാത്മകമായ ഉറുദു കവിതകളിൽ നിന്ന് വേർതിരിഞ്ഞ ഗസൽ എന്ന സംഗീത രൂപത്തോടായിരുന്നു താൽപ്പര്യം. 7ാം നൂറ്റാണ്ടിനൊടുവിൽ അറബിയിൽ രൂപം കൊണ്ട ഗസൽ സൂഫി സംഗീതജ്ഞരിലൂടെയാണ് ഇന്ത്യൻ സുൽത്താൻമാരുടെ സദസ്സുകളിലെത്തിയത്. ദക്ഷിണേന്ത്യയിലെ ബീജാപ്പൂർ, ഗോൽക്കൊണ്ട പോലുള്ള ഡക്കാൻ നാട്ടുരാജ്യങ്ങളിലും ഉത്തരേന്ത്യയിലുമൊക്കെ ഗസൽ ഏറെ പ്രചാരം നേടി. 18ഉം 19ആം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മിർസ ഗാലിബ്, മീർ തഗീർ മീർ, ഇബ്രാഹിം സൗദ്, മോമിൻ ഖാൻ മോമിൻ എന്നീ ഇന്ത്യൻ കവികൾ ഉറുദു ഗസൽ ശാഖയെ ഏറെ പരിപോഷിപ്പിച്ചു. അപ്പോഴേക്കും രാജഭരണത്തിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. റായ്ഗഡിലെ രാജ ചക്രധർ സിംഗ് ആണ് കലാരൂപങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഒടുവിലത്തെ മഹാരാജാവ്. 1857 ശിപായി ലഹളയിൽ ബഹദൂർ ഷാ സഫറിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബർമയിലേക്ക് നാടുകടത്തിയതോടെ ഹിന്ദുസ്ഥാനി സംഗീതം വീണ്ടും പ്രതിസന്ധിയിലായി. എങ്കിലും അതിനുശേഷമുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് നിരവധി ഘരാനകളും സംഗീതം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ശാസ്ത്രീയ സംഗീതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്ര ഗാനങ്ങളും സംഗീത കച്ചേരി അവതരണങ്ങളും തുംരി, ടപ്പ, തരാന തുടങ്ങിയ മറ്റു ചില ലഘു ശാസ്ത്രീയ സംഗീത രൂപങ്ങളുമൊക്കെയായി ഹിന്ദുസ്ഥാനി സംഗീതം വികസിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരം സംഗീതജ്ഞരും മറ്റ് സംഗീത വിദഗ്ധരുമൊക്കെയാണ് മിക്ക ഘരാനകളുടെയും സ്ഥാപകർ. 19ആം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം വരെ ഗുരുകുല സമ്പ്രദായത്തിലൂടെ മാത്രമേ സംഗീതം പകർന്നു നൽകിയിരുന്നുള്ളൂ. 20ആം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിഷ്ണു ദിഗംബർ പലസ്കറും വിഷ്ണു നാരായൺ ബാന്ദ് കാണ്ഡയും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഠിനമായി പരിശ്രമിച്ചു. അതിനായി അവർ സംഗീത സമ്മേളനങ്ങൾ നടത്തുകയും ക്ലാസ് മുറിയിൽ ഇരുന്ന് സംഗീതം അഭ്യസിക്കാനാകുന്ന തരത്തിൽ സംഗീത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 12ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും മികച്ച സംഗീതജ്ഞനായി മാറിയ വ്യക്തിയാണ് വിഷ്ണു ദിഗംബർ പലസ്കർ. അദ്ദേഹം രചിച്ച സംഗീത സംബന്ധിയായ പുസ്തകങ്ങളും ലാഹോറിലും മുംബൈയിലും സ്ഥാപിച്ച സംഗീത വിദ്യാലയങ്ങളും പരമ്പരാഗത ഘരാന സമ്പ്രദായത്തിൽ നിന്ന് ശാസ്ത്രീയ സംഗീതത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സമകാലികനായ ബാന്ദ് കാണ്ഡെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഘടനയിൽ വന്ന വിള്ളൽ മനസ്സിലാക്കി ഒരുപാട് ഘരാനകളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും ധാരാളം കൃതികൾ ശേഖരിക്കുകയും ചെയ്തു. 23 വർഷം കൊണ്ട് ക്രമിക് പുസ്തക കമാല എന്ന പേരിൽ 6 വാല്യങ്ങളിലായി ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഏകീകരിച്ച പദ്ധതി തയ്യാറാക്കി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ചില അസ്ഥിരതകളും അവ്യക്തതകളും ഉണ്ടെങ്കിലും ഇന്നും ഈ പുസ്തകം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയ പ്രദേശങ്ങളിൽ ഹിന്ദുസ്ഥാനി ഘരാനകൾക്ക് പിൻഗാമികളില്ലായിരുന്നു. അതേസമയം ഭാരതത്തിൻ്റെ ഭാഗമായ നാട്ടുരാജ്യങ്ങളിൽ അത്തരം ഘരാനകൾ ധാരാളം ഉണ്ടായിരുന്നു താനും. അതിനാൽ മുസ്ലിം സംസ്കാരത്തിൻ്റെ ഭാഗമായ ഗസലും ഖവാലിയും പോലുള്ള സംഗീത രൂപങ്ങളെ മാത്രമേ പാകിസ്ഥാന് സ്വന്തമാക്കാനായുള്ളൂ. ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യയിൽ കോട്ടം തട്ടാതെ വളർന്നപ്പോൾ പാകിസ്ഥാന് ആ സമ്പത്ത് അന്യമായി. ഖവാലിയുടെയും ഗസലിൻ്റെയും വേരുകൾ ഭാരതത്തിൽ അവിടെ അവശേഷിച്ചിരുന്നത് കൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം അവയും പതിയെ അഭിവൃദ്ധിപ്പെട്ടു വന്നു. നഷ്ടപ്പെട്ടു പോകുമായിരുന്ന പാരമ്പര്യ സംഗീത സമ്പ്രദായങ്ങൾ തിരിച്ചുപിടിക്കാനും ഹിന്ദുസ്ഥാനി കലാകാരന്മാർക്ക് ജനശ്രദ്ധ നേടിക്കൊടുക്കാനും
ഓൾ ഇന്ത്യ റേഡിയോ, ബംഗ്ലാദേശ് ഖദർ, റേഡിയോ പാകിസ്ഥാൻ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ സഹായകമായി. ചലച്ചിത്രങ്ങളും പൊതുമാധ്യമങ്ങളും വർദ്ധിച്ചതോടെ സംഗീതജ്ഞർക്ക് പുത്തൻ വരുമാന മാർഗങ്ങൾ തുറന്നു. വിദേശങ്ങളിൽ നിന്നും അവസരങ്ങൾ അവരെ തേടിയെത്തി. ഷെഹ്നായി, തബല, ബൻസൂരി തുടങ്ങിയ ലളിതോ ഉപകരണങ്ങളെപ്പോലും ഉസ്താർ ബിസ്മില്ല ഖാൻ, അല്ലാ രഖ, പന്നാലാൽ ഘോഷ്, ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയ കലാകാരന്മാർ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നു. ബഡേ ഗുലാം അലി ഖാൻ, അലി അക്ബർ ഖാൻ, അമീർ ഖാൻ, രവിശങ്കർ, വിലായത്ത് ഖാൻ, ബേഗം അക്തർ, പണ്ഡിറ്റ് ജസ്രാജ്, കുമാർ ഗന്ധർവ്, ഭീംസെൻ ജോഷി, കിഷോരി അമോൻകർ, പർവീൺ സുൽത്താന തുടങ്ങിയവരിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതം ഭാരതത്തിൽ പൂത്തുലഞ്ഞു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പലതരം സംഗീത രൂപങ്ങളുണ്ട്. ഒരു വലിയ നദിയിൽ നിന്ന് പുറപ്പെട്ട് പലതായി പിരിഞ്ഞു പോകുന്ന ചെറുനദികളെ സങ്കല്പിക്കൂ. അതുപോലെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വിവിധ സംഗീത രൂപങ്ങളും. ഘടനയിലും ആലാപന രീതിയിലുമൊക്കെ ഈ സംഗീത രൂപങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സംഗീത രൂപങ്ങളെ പ്രചരിപ്പിച്ചതിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വിവിധ ഘരാനകൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വീട്, വീട്ടിൽ നിന്ന് എന്നൊക്കെയാണ് ഘരാന എന്ന വാക്കിനർത്ഥം. പ്രധാനമായും ഒരു പ്രത്യേക സംഗീത സമ്പ്രദായം പിന്തുടരുന്നതായിരിക്കും ഓരോ ഘരാനയും. ഘരാനകൾ പാടി പ്രചരിപ്പിച്ച വിവിധ ഹിന്ദുസ്ഥാനി സംഗീത രൂപങ്ങൾ നിരവധിയാണ്. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.